ഇന്നിപ്പോൾ നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കംപ്ലൈൻറ്റുകളാണ്. 4 പേർക്കെതിരെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ 4 പേർക്കെതിരെയുള്ള ക്രിമിനൽ കംപ്ലൈൻറ്റ് പ്രോസിക്യൂഷൻ ഫോർ ഡിഫാമേഷൻ അതാണ് നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ സിവിലായിട്ടുള്ള അന്യായങ്ങളും ഫയൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ലഭിച്ച വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ, അതായത് ഓൺലൈൻ ആയിട്ടുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ എന്താണോ അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരമുള്ളത് എന്താണോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് പി കെ ശ്രീമതി ടീച്ചർ എന്ന്, ആ വിവരത്തിൽ എവിടെയും പി കെ ശ്രീമതി ടീച്ചർ എന്ന് സൂചിപ്പിച്ചിട്ടില്ല. പി കെ ശ്രീമതി വൈഫ് ഓഫ് പി ആർ കൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ധാർമ്മികമായും നിയമപരമായും തന്നെയുള്ള ഒരു ബാധ്യതയാണ് ടീച്ചറെ ഒന്ന് വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ ആ മരിച്ച പി ആർ കൃഷ്ണൻ MLA-യുടെ ഭാര്യ മരിച്ചുപോയി അവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടുന്ന ഒരു വിവരം മാത്രമായിരുന്നു. അത് പരിശോധിക്കാതെയാണ് വളരെ മ്ലേച്ഛമായിട്ടുള്ള തരത്തിലാണ് ചില ന്യൂസുകൾ, ഞാൻ പ്രത്യേകം അതിനകത്ത് പറയാം, ഭാരത് ലൈവ് എന്ന് പറയുന്ന ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ, അതായത് ഈ പെൻഷൻ വാങ്ങിയ ആൾക്കാരെല്ലാം തന്നെ കൈയിട്ട് വാരുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ടീച്ചർ സ്വന്തം ഭർത്താവിൻ്റെ പേര് മറിച്ചു വെക്കുകയാണോ അല്ല അഭിനയിക്കുകയാണോ എന്നൊക്കെയാണ് വളരെ വികൃതമായി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ പോലും അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ആ രൂപത്തിൽ ചിത്രീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരല്ല എന്ന് മനസ്സിലാക്കി കിട്ടിയ ഒരു അവസരം വളരെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടിയാണിത് എത്തിച്ചേർത്തിരിക്കുന്നത്. മാധ്യമങ്ങളിലാണിത് കൂടുതൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മളുടെ സുദിനം കൂടി അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത്. സുദിനത്തിനും വലിയൊരു ബാധ്യതയുണ്ട്. സുദിനത്തിന് ടീച്ചറെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു പത്രമല്ലേ. അപ്പോൾ അത് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കിട്ടിയിരിക്കുന്ന വാർത്തകൾ താഴെ കൊടുത്തെങ്കിലും അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കൃത്യമായി മുൻ മന്ത്രി പി കെ ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ സംഘപരിവാർ മാധ്യമങ്ങളുടെ കൂടെ തന്നെ ഈ സുദിനം പോലുള്ള പത്രങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ അവരുടേതായ പങ്ക് നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ആരെയും എന്തും പറയാമെന്നുള്ള ഒരു രൂപത്തിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ ടീച്ചർ പോലുള്ള സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും ഇതിനെതിരെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പൊതുജനങ്ങളെപ്പോലും ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെപ്പോലും ആ രൂപത്തിൽ ചിത്രീകരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഇതിനകത്ത് വ്യക്തിപരമായൊരു വലിയ താല്പര്യം ഇതിനകത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ അവർ പലരും ഈ വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിലീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ സ്ക്രീൻ വീഡിയോസ് എല്ലാം ശേഖരിച്ച് വെച്ചത് ഉണ്ട്. മാത്രമല്ല അവർ മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. മാപ്പ് പറയുന്നത് അവർ സമ്മതിച്ചുകൊണ്ടാണ്. ഇങ്ങനെയൊരു പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടാണ് മാപ്പ് പറയുന്നത്. പക്ഷെ മാപ്പ് പറഞ്ഞാൽ തീരുന്നൊരു കാര്യമല്ല ഇത്. മാപ്പ് പറയുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന മുഴുവൻ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രതിച്ഛായ അത് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാത്രമല്ല ഇതൊരു പാഠമായിരിക്കണം. നമ്മളങ്ങനെ ഒരു അന്വേഷണവും നടത്താതെ, നൈതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താതെ ഈ രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാ നിയമങ്ങൾക്കും എതിരായിട്ടുള്ള രൂപത്തിലാണ് എന്നുള്ളതാണ്. അതെ, ഇല്ല, ഇതിനകത്ത് ഇപ്പോൾ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നടത്തുന്നത്. നമ്മളിപ്പോൾ നോട്ടീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 കോടി രൂപ. ഒരിക്കലും ഇതിന് ഒരു എത്ര രൂപ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി കഴിയുന്നതൊന്നുമല്ല. പക്ഷേ ഓരോ മാധ്യമത്തിനും തരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ ഇതായിട്ടുള്ള ഒരു സംഖ്യ എന്നുള്ള നിലയിൽ നമ്മൾ 1 കോടി രൂപ ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കേസാണ്, ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രിമിനൽ കേസാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു തരത്തിൽ അത് സിവിലായും ഫയൽ ചെയ്യും എന്നുള്ളതാണ്.